കള്ളനു മാപ്പ് കൊടുത്തല്ലോ. നാഥാപാപികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവസന്നിധിയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് വേർപാടിൻ്റെ വേദന എത്ര ആശ്വസിപ്പിച്ചാലും നികരാത്ത ഒന്നാണെന്നറിയാമെങ്കിലും വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ മകൻ്റെ കൂടെ ആവാം. നമ്മുടെ കൂടെ ഇന്ന് ഈ കുഞ്ഞായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവയെ അബ്രാഹാം സമർപ്പിച്ചതുപോലെ, പരിശുദ്ധ അമ്മയുടെ സ്വപ്നങ്ങളെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതുപോലെ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ, ബാഹ്യമായി കാണുന്ന ഈ വെള്ള വസ്ത്രത്തിൻ്റെ വിശുദ്ധി അവൻ്റെ ആത്മാവിനും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ദുഃഖദുരിതങ്ങളുമൊക്കെ അറിയുന്ന ഒരാത്മാവ് സ്വർഗത്തിലുണ്ട് എന്നുള്ളൊരു ബോധ്യമാവണം നമുക്ക് വിശ്വാസപൂർവ്വം ഈ മകനെ യാത്രയയക്കുന്നതിൻ്റെ കാരണമാവേണ്ടത്. ഒരുപാട് അഗ്നി നമ്മുടെ ഉള്ളിലുള്ളപ്പോഴും പുറത്ത് പെയ്യുന്ന മഴ നമുക്ക് കുളിരേകുന്നുണ്ട്. ഈ മകൻ്റെ വേർപാട് ഒരുപാട് ദുഃഖം സമ്മാനിക്കുമ്പോഴും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാത്മാവുണ്ട് എന്ന ബോധ്യമാവണം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കുണ്ടാവേണ്ടത്. ഈ ഒപ്പീസ് പ്രാർത്ഥനയിലെ ഓരോ വരികളും ഈ കുഞ്ഞിൻ്റെ ശബ്ദമായി നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം. ജീവിതകാലത്തിൻ്റെ ഏതെങ്കിലും കുറവുകൾ അവൻ്റെ യാത്രയ്ക്ക് തടസ്സമാകുന്നുണ്ടെങ്കിൽ ഈ നിഷ്കളങ്ക പ്രാർത്ഥന, കർത്താവേ കരുണയുണ്ടാവണമേ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടെ ഇതിലെ ഓരോ വരികളും ഈ മകൻ്റെ ശബ്ദമായി നമുക്ക് ദൈവത്തോട് കേണപേക്ഷിക്കാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലംഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും അവരാന്ന കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. വാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുവാമേ തെളിവായ എന്നുടെ നാദാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ
നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരാ, ആമേൻ. അസ്ഥിരമല്ലോ ഭുവനവും അതിലേ ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവും അതിലേ ജഡികാശകളും നീർപ്പോളകൾ പോ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവും അതിലേ ജഡികാശകളും നീർപ്പോളകൾ പോ എല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവും അതിലേ ജഡികാശകളും നീർപ്പോളകൾ പോ എല്ലാം മാഞ്ഞടിയുന്നു. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങൾ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ, പാപികളും ബലഹീനരുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനുമായ കർത്താവേ, ഈ മകന്റെ ആത്മാവിന് സ്വർഗഭാഗ്യം സമ്മാനിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരാ, സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അറിഞ്ഞും അറിയാതെയും ഈ മകൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം പുറത്ത് സ്വർഗീയ ജെറുസലേമിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.